ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിനോയ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി കട്ട്ലേറ്റ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ ടേസ്റ്റിയാണ്, കൂടാതെ ഹെൽത്തിയുമാണ്. സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് നിങ്ങൾ അങ്ങനെ കട്ട്ലേറ്റ് ഒന്നും കണ്ടു കാണില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാകും. നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനായി 2 സ്വീറ്റ് പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതിന് ശേഷം മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സവോള ഫൈൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സോട്ട് ചെയ്തെടുക്കുക. സവോള ഒന്ന് പെട്ടെന്ന് സോട്ടാവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് വേവിച്ച് വെച്ച പട്ടാണി അല്ലെങ്കിൽ മട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങളുടെ ഉപ്പ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ മുമ്പേ ചതച്ച് വെച്ചിരുന്ന സ്വീറ്റ് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക. കുറച്ച് ഭാഗം ഒന്ന് മാറ്റിയതിനു ശേഷം അതിലേക്ക് ഒരു മുട്ട കുരുമുളകും ഉപ്പും ചേർത്തടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. മുട്ട ഒന്ന് വേവാൻ അനുവദിച്ചതിന് ശേഷം മുട്ടയും ഈ സ്വീറ്റ് പൊട്ടറ്റോയും മറ്റ് വെജിറ്റബിൾസും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു കപ്പ് അരിപ്പൊടി കുറേശ്ശെയായി ആഡ് ചെയ്ത് ഇളക്കിയെടുക്കുക. ഇനി നിങ്ങൾക്കിത് ഉരുട്ടിയെടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി കട്ട്ലേറ്റ് ആക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ബ്രൗൺ നിറമാകുമ്പോൾ തിരിച്ചിടേണ്ടതാണ്. ഇങ്ങനെയെല്ലാം ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കട്ട്ലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് പുതുതായി ഒന്ന് ഉണ്ടാക്കി നോക്കണം. കണ്ടോ, വളരെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് മയോണൈസ് കൂട്ടി കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.